കഴിഞ്ഞ കുറച്ച് ദിവസമായി മലയാള സാഹിത്യരംഗം രണ്ട് തട്ടിലാണ്. അതും ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ പേരിൽ. നിലമ്പൂരിലെ ഇടതു സ്ഥാനാർത്ഥി എം സ്വരാജിനായി ഇടതുവേദിയിൽ KR മീര എത്തിയതാണ് ആദ്യം വിവാദമായത്. എൻ്റെ വോട്ട് നിലമ്പൂരായിരുന്നുവെങ്കിൽ സ്വരാജിന് നൽകുമായിരുന്നു എന്നുകൂടി KR മീര പറഞ്ഞതോടെ വിവാദം ആളിക്കത്തി. അതിരൂക്ഷമായി തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ KR മീരയെ വിമർശിച്ചു. KR മീരയ്ക്കെതിരെ എഴുത്തുകാരായ PF മാത്യൂസും സാറാ ജോസഫും രംഗത്തെത്തി. PF മാത്യൂസ് മീരയെ വിമർശിച്ചതും അതിരൂക്ഷ ഭാഷയിലായിരുന്നു. വാക്കുകൾ അതിരുവിട്ടപ്പോൾ മീരയ്ക്ക് പിന്തുണയുമായി ബെന്യാമിനും ഹരിത ഇവാനും ഒക്കെ എത്തി. അങ്ങനെ മൊത്തത്തിൽ രണ്ട് തട്ടിലെത്തി നിൽക്കുകയാണ് നമ്മുടെ അഭിമാന സാഹിത്യ ലോകം. കണ്ടുവരാം RDX റാം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ LDF സ്ഥാനാർത്ഥി എം സ്വരാജിന് പിന്തുണയുമായി പ്രശസ്ത എഴുത്തുകാരി KR മീര എത്തിയതാണ് ഇപ്പോഴത്തെ വിവാദങ്ങളുടെ തുടക്കം. ഞായറാഴ്ച നടന്ന സ്വരാജിന്റെ സഹപാഠികളുടെയും അധ്യാപകരുടെയും സുഹൃത്തുക്കളുടെയും കൂട്ടായ്മയിലാണ് ഉദ്ഘാടകയായി KR മീര എത്തിയത്. ഉദ്ഘാടന പ്രസംഗത്തിൽ എം സ്വരാജിന്റെ വിജയം കാലത്തിന്റെയും ചരിത്രത്തിന്റെയും ആവശ്യമാണെന്ന് KR മീര പറഞ്ഞു. തുടർന്ന് KR മീരയ്ക്കെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. എഴുത്തുകാരായ സാറാ ജോസഫും PF മാത്യൂസും മീരയ്ക്കെതിരെ പ്രതികരിച്ചു. ആശാസമരം ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു സാറാ ജോസഫിന്റെ വിമർശനം. നിലമ്പൂരിൽ വോട്ടില്ലാത്തതിനാൽ കണ്ണീരൊഴുക്കുന്ന എഴുത്തുകാരെ ഓർത്തു പൊട്ടിക്കരയുന്നെന്ന് PF മാത്യൂസ് ഫേസ്ബുക്കിൽ എഴുതി. വിമർശനങ്ങൾ കടുത്തതോടെ KR മീരയ്ക്ക് പിന്തുണയുമായി എഴുത്തുകാരായ ബെന്യാമിനും ഹരിത ഇവാനും രംഗത്തെത്തി. ഇതോടെ കേരളത്തിലെ ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ പേരിൽ സാഹിത്യരംഗവും രണ്ടു തട്ടിലെത്തി. KR മീരയ്ക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ അധിക്ഷേപ കമന്റുകളും നിറയുകയാണ്. RDX റാപ്പ് ന്യൂസ് മലയാളം. വോട്ട് നിലമ്പൂരായിരുന്നുവെങ്കിൽ എം സ്വരാജിന് നൽകുമായിരുന്നു എന്നാണ് KR മീര പറഞ്ഞത്. അമാന്യമായ വാക്കുകൾ ഉപയോഗിക്കാത്ത രാഷ്ട്രീയക്കാരെ സമൂഹം ആവശ്യപ്പെടുന്ന കാലത്ത് അദ്ദേഹം സഭയിൽ ഉണ്ടാകണം എന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരുപാട് സ്വരാജുമാരുണ്ടാകണം. എം സ്വരാജിന്റെ വിജയം കാലത്തിന്റെയും ചരിത്രത്തിന്റെയും ആവശ്യമാണ്. തർക്കിക്കാനും ജയിക്കാനും അല്ലാതെ അറിയാനും അറിയിക്കാനും ആളുണ്ടാകണമെന്നും ജനാധിപത്യ രാജ്യത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയാണ് സ്വരാജ് എന്നുമാണ് KR മീര പറഞ്ഞത്. മികച്ച എതിരാളിയെ ചോദിച്ചു വാങ്ങിയ കോൺഗ്രസിന് പ്രത്യേക അഭിനന്ദനം എന്നുമായിരുന്നു FB പോസ്റ്റ്. കേട്ടുവരാം സ്വരാജിന് വേണ്ടി നിലമ്പൂരിലെത്തിയ എഴുത്തുകാരി KR മീരയുടെ വാക്കുകൾ. രാഷ്ട്രീയ എതിരാളികളെ അങ്ങനെയെല്ലാം ആഗ്രഹിക്കുകയും അവരുടെ സ്വഭാവത്തെ വളർത്തുകയും നേട്ടം ലഭിച്ചുകൊണ്ട് മംഗലശ്ശേരി നീലകണ്ഠന്മാരും വഴിയേറ്റം കോശിമാരുമായി ആരാധനയും ചെയ്യുന്ന ആളുകൾക്കിടയിൽ ജനാധിപത്യത്തെ മര്യാദയെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രതികരിച്ചതിന് എം സ്വരാജിന് നന്ദി എന്നാണ് എഴുതിയിരിക്കുന്നത്. KR മീര അടക്കമുള്ള എഴുത്തുകാർ സ്വരാജിനായി പ്രചാരണത്തിനെത്തിയതിൽ വിമർശിച്ച് VD സതീശൻ രംഗത്തെത്തി. LDF ഭരിക്കുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ കണ്ണടച്ച് ഇരിക്കുന്നവരാണ് ഇവരെല്ലാം. സച്ചിദാനന്ദനെയും സാറ ടീച്ചറെയും മല്ലിക സാരാഭായിയെയും നമിക്കുന്നു എന്നും അവരുടെ നിലപാടുകൾ സ്വാഗതാർഹമാണ് എന്നുമാണ് VD സതീശൻ പറഞ്ഞത്. അത് ഇടതുപക്ഷത്തെ ചില സാംസ്കാരിക പ്രമുഖരുണ്ട്. അവർ നാട്ടിൽ നടക്കുന്നതൊക്കെ കണ്ണടയ്ക്കും. എന്നിട്ട് ഈ ചിതറിത്തെറിക്കുന്ന ചില കാര്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ തെരഞ്ഞെടുപ്പിലേക്ക് വന്നിട്ട് പരസ്യമായി പിന്തുണയ്ക്കുക. ഈ ആശാ വർക്കർമാർ ഇത്രയും ദിവസം കണ്ണീരുമായി തിരുവനന്തപുരത്ത് സമരം ചെയ്തപ്പോൾ ഇവരാരും പോയില്ലല്ലോ. മല്ലിക സാരാഭായി LDF കലാമണ്ഡലത്തിന്റെ ചാൻസലറാക്കിയതാണ്. അവരൊരു നിലപാടെടുത്തു. അവരുടെയൊക്കെ രാഷ്ട്രീയം പറയാണ്, ഞങ്ങളുടെ രാഷ്ട്രീയമല്ല. പക്ഷെ ഞങ്ങൾ അവരെ അഭിനന്ദിക്കുകയും അവരുടെ മുന്നിൽ നമസ്കാരം പറയുകയും ചെയ്യും. സാറ ടീച്ചർ എന്തൊരു സ്ട്രോങ് സ്റ്റാൻഡായിട്ട് എത്ര പേരുണ്ട്. അന്നൊന്നും കാണാത്ത ആളുകളാണ് ഇപ്പൊ തെരഞ്ഞെടുപ്പായി ഇറക്കിയിരിക്കുന്നത്. ആശാസമരം ഓർമ്മിപ്പിച്ചാണ് സാറാ ജോസഫും രംഗത്തെത്തിയത്. അവഗണിത മനുഷ്യരുടെ പ്രശ്നങ്ങളൊന്നും ഏമാന്മാർക്ക് പ്രശ്നങ്ങളെ തോന്നുന്നില്ല എന്നാണ് സാറാ ജോസഫ് പറഞ്ഞത്. ആശമാർ തെരുവിൽ ചത്താലും ഒത്തുതീർപ്പില്ല എന്ന തമ്പുരാൻ കോട്ടയിൽ നിന്ന് അരുളി ചെയ്തപ്പോൾ അങ്ങനെയല്ലല്ലോ തമ്പുരാനെ എന്ന് പറയാൻ അവരവരുടെ പാർട്ടിയുടെ അനുവാദമില്ലെങ്കിൽ തൊണ്ടയിൽ പുഴുത്തത് വിഴുങ്ങും ഞങ്ങൾ ജനാധിപത്യ വിശ്വാസികൾ എന്നാണ് സാറാ ജോസഫ് പറഞ്ഞത്. കടുത്ത വിമർശനവുമായാണ് PF മാത്യൂസും രംഗത്തെത്തിയത്. നിലമ്പൂരിൽ വോട്ടില്ലാത്തതിനാൽ കണ്ണീരൊഴുക്കുന്ന എഴുത്തുകാരെ ഓർത്ത് പൊട്ടിക്കരയുന്നുവെന്ന് PF മാത്യൂസ് പറഞ്ഞു. അധികാരത്തോടുള്ള ദാസ്യം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല എന്നുമാണ് PF മാത്യൂസ് പറഞ്ഞത്. എന്നാൽ ഇപ്പുറത്ത്
ബെന്യാമിൻ രംഗത്തെത്തിയത്. അരാഷ്ട്രീയ കഴുതകൾ സങ്കടം കരഞ്ഞു തീർക്കട്ടെ എന്ന് പറഞ്ഞാണ്. എഴുത്തുകാർ രാഷ്ട്രീയം പറയും, വോട്ട് ചെയ്യും, വോട്ട് ചോദിക്കും, അതിൻ്റെ പേരിൽ പൊയ്പോകുമെന്ന് കരുതുന്ന വായനക്കാർ പൊയ്ക്കോട്ടെ എന്ന് വയ്ക്കും എന്നാണ് ബെന്യാമിൻ പറഞ്ഞത്. മികവുള്ളവർക്ക് സ്വീകാര്യത കിട്ടുന്നത് ദാസ്യം കൊണ്ടാണെന്ന് അവർ സമാശ്വസിക്കുന്നു എന്നും അദ്ദേഹം പറയുന്നു. മികച്ച സ്ഥാനാർത്ഥി സ്വരാജാണ്, വോട്ട് നിലമ്പൂരായിരുന്നുവെങ്കിൽ സ്വരാജിന് നൽകുമായിരുന്നു എന്നാണ് എഴുത്തുകാരിയായ ഹരിത സാവിത്രി പറഞ്ഞത്. മത്സരിക്കുന്നവരിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി എം സ്വരാജാണെന്ന ഉത്തമ വിശ്വാസമുണ്ടെന്നും ഹരിത പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് വിമർശനം എങ്ങനെയൊക്കെയാണ് എന്ന് നോക്കിയാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ വിമർശിച്ച് കവി സച്ചിദാനന്ദനും നിലമ്പൂരിലെ ആദിവാസികൾക്ക് ആദ്യം ഭൂമി കൊടുക്കണം, അതിനുശേഷം പിന്നെ തെരഞ്ഞെടുപ്പ് നടത്താം എന്നൊക്കെയാണ് സച്ചിദാനന്ദൻ്റെ ഈ വിഷയത്തിലുള്ള ഒരു നിലപാട്. സനീഷ, എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെ നോക്കിയാൽ ഇപ്പോൾ PF മാത്യൂസിൻ്റെയും VD സതീശൻ്റെയും നിലപാടിനോട് എനിക്കെന്തായാലും യോജിപ്പില്ല. നോക്കിക്കഴിഞ്ഞാൽ മാർക്കേസ് മുതൽ സാർത്ര മുതൽ സകല കക്ഷികളും ദാസ്യപ്പണി ചെയ്തവരാണ് എന്ന് സ്ഥാപിക്കേണ്ടി വരും, സമ്മതിക്കേണ്ടി വരും. ഇത് അടിസ്ഥാനപരമായി രാഷ്ട്രീയം ഇവർക്കെല്ലാം ഉണ്ട്. കേരളമാണിത്. ഇപ്പോൾ എത്ര മറച്ചു വെക്കാൻ ശ്രമിച്ചാലും ഇവരുടെയൊക്കെ ഉള്ളിലുള്ള രാഷ്ട്രീയം എന്നത് അത് അങ്ങനെ തന്നെ പുറത്തു വരിക തന്നെ ചെയ്യും. അതിനകത്ത് സംശയമൊന്നുമില്ല. പിന്നെ രാഷ്ട്രീയക്കാർക്ക്, സാഹിത്യകാരന്മാർക്ക് എന്താ രാഷ്ട്രീയം പാടില്ലേ? ഇത് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? മാത്രമല്ല എപ്പുറത്ത് ഇപ്പോൾ സാംസ്കാരിക പ്രവർത്തകരായിട്ടുള്ള എത്ര പേർ UDFൻ്റെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ ധർമ്മജനെ പോലെ, പിഷാരടിയെ പോലെ ഒക്കെയുള്ള ആളുകൾ UDFൻ്റെ പരിപാടികളിൽ പങ്കെടുക്കുന്നില്ലേ? അല്ലെങ്കിൽ സാഹിത്യകാരന്മാരായിട്ടുള്ള എത്ര പേരെ നമ്മൾ ആ വേദികളിൽ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് ഇപ്പുറത്ത് അതിനെതിരെ ഒരു വിമർശനവുമായി സത്യം പറയാമല്ലോ ഇടതുമുന്നണിയിൽ നിന്ന് ആരെങ്കിലും ഇറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഈ സാഹിത്യ പ്രവർത്തകരെ ഈ മട്ടിൽ വിമർശിക്കുന്നത് ശരിയല്ല. മാത്രമല്ല അറയ്ക്കുന്ന ഭാഷയിൽ KR മീരയെ വേട്ടയാടുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ളതാണ്. അതിന് VT ബൽറാമിനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ നേതൃത്വം കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു സംസ്കാരം ഈ മട്ടിൽ സാഹിത്യകാരന്മാരെ ബഹുമാനിക്കാത്ത, ഈ ഇൻ്റലക്റ്റുകളെ ബഹുമാനിക്കാത്ത, അവരെ പരിഹസിക്കുന്ന, അപഹസിക്കുന്ന ഒരു സമീപനം, ഒരു കൾച്ചർ ആ രീതിയിൽ വളർത്തിക്കൊണ്ടുവരുന്ന ശ്രമം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയായി തന്നെയാണ് ഈ വിമർശനങ്ങളെ എനിക്ക് കാണാൻ കഴിയുന്നത്. സനീഷ് എന്താ? നിശ്ചയമായിട്ടും. അതായത് PF മാത്യൂസ് എനിക്ക് വളരെ ബഹുമാനം തോന്നിയിട്ടുള്ള ഒരാളാണ്. വ്യക്തിപരമായിട്ട് എനിക്ക് അദ്ദേഹത്തോട് വളരെ ഇഷ്ടവും ബഹുമാനവും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ സാഹിത്യം കേരളത്തിലെ ഏറ്റവും മികച്ച നോവലുകളിൽ പലതും എഴുതിയ ആളാണ് അദ്ദേഹം എന്ന തോന്നലുള്ള ആളാണ്. ഞാൻ വളരെ ബഹുമാനിക്കുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എനിക്ക് വളരെ തമാശയായിട്ട് തോന്നി. ഇവിടെ നൊബേൽ സമ്മാനമാണല്ലോ ഈ പറയുന്ന സാഹിത്യത്തിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ സാധാരണക്കാർ മനസ്സിലാക്കുന്നത്. മറ്റു തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. മരിയോ വർഗാസ് യോസ ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നോവലിസ്റ്റുകളിൽ ഒരാളായിട്ട് കണക്കാക്കുന്ന നൊബേൽ ജേതാവായിട്ടുള്ള അദ്ദേഹം 1990 പെറുവിലെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക്, ഒരു രാജ്യത്തിൻ്റെ പരമോന്നതമായുള്ള പദവിയിലേക്ക് മത്സരിച്ചു. അദ്ദേഹം അധികാരത്തിൻ്റെ ദാസ്യപ്പണിക്ക് വേണ്ടിയിട്ടാണ് മിസ്റ്റർ മരിയോ വർഗാസ് യോസ നിങ്ങൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചതെന്ന് വെച്ചാൽ അധികാരത്തിന് വേണ്ടി തന്നെയാണ് അദ്ദേഹം മത്സരിച്ചത്. അപ്പോൾ ഇത് ഈ ചില സാഹിത്യകാരന്മാർ വിചാരിക്കുന്നത് ഇവർ എഴുതുന്ന ആളുകളുടെ ഈ ഒരല്പം ഒരു സ്റ്റെപ്പ് പൊങ്ങിയാണ് അവർ നിൽക്കുന്നതെന്നാണ്. നമ്മളൊക്കെ നിലത്ത് കാല് കുത്തി നിൽക്കും, അവർ നിലത്ത് നിന്ന് ഒരല്പം പൊങ്ങി നിൽക്കും. അപ്പോൾ ഇവർ മേഘങ്ങളിലൂടെ നടക്കുന്ന സവിശേഷരായിട്ടുള്ള വ്യക്തികളാണെന്നാണ്. അവർക്ക് കുശുമ്പ്, കുന്നായ്മ. ഹർഷൻ മമ്മൂട്ടിയുടെ ഫാനാണ്, ഞാൻ മോഹൻലാലിൻ്റെ ഫാനാണെന്ന് വിചാരിക്കുക. അപ്പം കേരളത്തിൽ പലതരത്തിൽ CPM ആയിട്ടും കോൺഗ്രസ് ആയിട്ടും ലീഗായിട്ടും BJP ആയിട്ടും ഒക്കെ ആളുകൾ പിരിഞ്ഞ് നിൽക്കുകയാണ്. പക്ഷേ ഞങ്ങളുടെ കാലം മുകളിലാണ്. ഞങ്ങൾ നിങ്ങളെപ്പോലെയല്ല. നിങ്ങളെപ്പോലെ ഞങ്ങൾക്ക് മോഹൻലാലിനോടോ മമ്മൂട്ടിയോടോ ഇഷ്ടക്കൂടുതലോ ഒന്നുമില്ല. ഞങ്ങളങ്ങനെ പിരിഞ്ഞു നിൽക്കുന്നില്ല. ഞങ്ങൾ രാഷ്ട്രീയമില്ല. അങ്ങനെ പറയുന്നതിൽ കാര്യമൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ അധികാരത്തിനെതിരായിട്ട് നിരന്തര പ്രതിപക്ഷമാണ് എഴുത്തുകാർ എന്നിവർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിൽ ഇവർ വിചാരിക്കേണ്ട അധികാരം എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പം എൻ്റെ പഞ്ചായത്തിൽ അധികാരത്തിലിരിക്കുന്നത് ഒരു പാർട്ടിയാണ്, ഞാൻ ആ അധികാരത്തിനെതിരായിട്ട് നിൽക്കുക. എൻ്റെ കേരളത്തിൽ അധികാരത്തിനെതിരായിട്ട് ഞങ്ങളും എന്നാണ് ഇടതുപക്ഷക്കാരും വിചാരിക്കേണ്ടാവുക. ഇപ്പോൾ ബെന്യാമിനും KR മീര അടക്കമുള്ള ആൾ വിചാരിക്കുക ഞങ്ങൾ അധികാരത്തിനെതിരായിട്ടാണ് നിൽക്കുന്നത്. അവർ വിചാരിക്കുന്ന അധികാരം രാജ്യത്തെ ആകെ ഗ്രസിച്ചിരിക്കുന്ന അവരുടെ രാഷ്ട്രീയത്തിന് വിരുദ്ധമായിട്ടുള്ള അധികാരമാണ്. അപ്പോൾ അവർക്ക് മുകളിൽ ഞങ്ങളൊരല്പം മുകളിൽ നിൽക്കുന്നവരാണ് എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല. പിന്നെ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനം നടത്തിയ എന്താ കുഴപ്പം എഴുത്തുകാർക്ക്? ഇവർക്ക് എന്താ കൊമ്പുണ്ടോ? ഇവർ കുമാരനാശാൻ നമ്മുടെ ഏറ്റവും വലിയ കവിയാണ്. 50ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. ആ 50 വർഷക്കാലത്തിൽ 16 കൊല്ലക്കാലം അദ്ദേഹം SNDP എന്ന് പറയുന്ന അക്കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയുടെ സെക്രട്ടറി ആയിരുന്നു, ജനറൽ സെക്രട്ടറി ആയിരുന്നു. സംഘടനാ പ്രവർത്തനം അവിടെ ചെന്നിട്ട് കണക്കവതരിപ്പിക്കലായിരുന്നു അദ്ദേഹത്തിൻ്റെ പണി. അദ്ദേഹം ആ സംഘടനയുടെ കണക്കവതരിപ്പിക്കുകയായിരുന്നു. ഇവർ ഇടക്കാലത്ത് ചില ആളുകളുടെ വിചാരം ഇവരെന്താണെന്ന് വെച്ചാൽ ചാര് കസേലയിൽ ഇരുന്നിട്ട് ഇങ്ങനെ സാഹിത്യകൃതി ഇങ്ങനെ മനനം ചെയ്ത് എഴുതുന്ന കുറേ ആളുകൾ, അവർക്ക് പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ സാറ ടീച്ചറൊക്കെ വിചാരിക്കുന്നത് ആശാസമരത്തിന് പിന്തുണ കൊടുത്താൽ മാത്രമേ ഇവർ ഗ്രേറ്റ് ആയിട്ടുള്ള സാഹിത്യകാരന്മാരാവുന്നതാണ്. അതൊക്കെ എന്ത് തമാശയാണ്. സാറ ടീച്ചറൊക്കെ വലിയ എഴുത്തുകാരിയാണ്. പക്ഷേ സാറ ടീച്ചറൊക്കെ വലിയ എഴുത്തുകാരിയാണ്. ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാവായിരുന്നു. ഓർമ്മയുണ്ടോ? കാരശ്ശേരി മാഷ്. അപ്പൊ ഇവര് അധികാരത്തിന്റെ ദാസ്യപ്പണിക്ക് വേണ്ടിയിട്ടായിരുന്നു അങ്ങോട്ടേക്ക് പോയത്. പിന്നെ തിരിഞ്ഞിങ്ങോട്ട് പോന്നിട്ട് ഇപ്പോൾ അപ്പോൾ ഇത് ആളുകൾ മറന്നു പോകുന്നു എന്നാണ് ഇവർ വിചാരിക്കുന്നത്. എന്താണ് അവരുടെ മനസ്സിനകത്ത് പോകുന്ന രാഷ്ട്രീയം തന്നെ മറ്റെല്ലാവരും ചിന്തിക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. അത്രയേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക്
പിന്നെ സ്വരാജിനെ പിന്തുണക്കുന്ന രാഷ്ട്രീയക്കാരെ ഈ സതീശനെ എതിർക്കുന്ന പോലെ എതിർക്കാം. സതീശന് അതിന് അവകാശമുണ്ട്. ഇവരെന്താണ് ഈ ആശാ സമരത്തെ പിന്തുണക്കാത്ത ആളുകൾ സ്വരാജിനെ പോയിട്ട് പിന്തുണക്കുന്നത്? ഇവിടെ ഇടതുപക്ഷക്കാർ ശരിയല്ല എന്ന് പറയാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്. പക്ഷേ മറ്റവർ അതിനേക്കാളും മുകളിലുള്ള വി.ഡി. സതീശനേക്കാളും കൊള്ളാവുന്ന ആളുകളാണ് ഞങ്ങളെന്ന് പറഞ്ഞവർ എല്ലാവരെയും ഞങ്ങൾ വിമർശിക്കുകയാണ്. വലിയ തമാശയാണെന്ന് മാത്രമേ പറയേണ്ടതുള്ളൂ. മലയാളികൾക്ക് മുഖവുര ആവശ്യമില്ലാത്ത എഴുത്തുകാരിയാണ് കെ ആർ മീര. നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത്, പത്രപ്രവർത്തക, അങ്ങനെ പല നിലകളിൽ അക്ഷര പ്രതിഭ തെളിയിച്ചയാൾ. എഴുത്തുകാർക്ക് അവരുടെ രാഷ്ട്രീയ അഭിപ്രായം പറയാൻ പാടില്ല എന്നുണ്ടോ? ഒരു തെരഞ്ഞെടുപ്പിൽ അവർക്കൊരു നിലപാടെടുക്കാൻ പറ്റില്ല എന്നുണ്ടോ? സാഹിത്യലോകവും സാമൂഹിക രാഷ്ട്രീയ മണ്ഡലവും രണ്ട് വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റുകളാണോ? അങ്ങനെയല്ല, തിരിച്ചാണ്. ജനതയുടെ രാഷ്ട്രീയ അഭിപ്രായം രൂപപ്പെടുത്തുന്നവരാണ് എഴുത്തുകാർ. അതാണ് ലോകത്തിൻ്റെ ശീലം. തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞതുകൊണ്ട് മാത്രം മീരയെ വളഞ്ഞിട്ടാക്രമിക്കുന്നതും സാമൂഹിക മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കുന്നതും എങ്ങനെ അംഗീകരിക്കാനാവും? സർക്കാരിന് അനുകൂലമായി സംസാരിച്ചാൽ കിട്ടുന്ന അവാർഡുകളാണ് മീരയുടെ ലക്ഷ്യമെന്ന് അധിക്ഷേപിച്ചവർ ഒന്നുകിൽ അവർ മലയാളത്തിന് നൽകിയ സാഹിത്യ സംഭാവനകളെപ്പറ്റി വലിയ ധാരണയില്ലാത്തവരാകും, അതല്ലെങ്കിൽ മീര പിൻപറ്റുന്ന രാഷ്ട്രീയത്തോട് കടുത്ത ദ്വേഷമുള്ളവരാകുമെന്ന് മാത്രമേ ലഘുവായ ഭാഷയിൽ പറയാനാകൂ. കെ ആർ മീര മാത്രമല്ല, ഇടത് വലത് സ്ഥാനാർത്ഥികളെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി സാഹിത്യ കലാ സാംസ്കാരിക പ്രവർത്തകർ ഇത്തവണയും നിലപാട് പറഞ്ഞിട്ടുണ്ട്. അത് കേരളത്തിൻ്റെ ശീലമാണ്. അക്കൂട്ടത്തിൽ കെ ആർ മീര മാത്രം അളവിൽ കവിഞ്ഞ് ആക്രമിക്കപ്പെടുന്നത് എന്തുകൊണ്ട് എന്നുകൂടി ചിന്തിക്കണമെന്നും RDX കരുതുന്നു. RDX അടുത്ത വിഷയത്തിലേക്ക്.